ലാസ്റ്റ് എക്സാം സെഷനിൽ ടാക്സ് പേപ്പർ അറ്റൻഡ് ചെയ്തു, ബട്ട് പാസ്സാവാൻ പറ്റിയില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സ്റ്റുഡന്റ് ആണ് നിങ്ങൾ എങ്കിൽ ഈ സെഷനിൽ ടാക്സ് പേപ്പർ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ഉണ്ട്. ലാസ്റ്റ് സെഷൻ വരെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഫൈനാൻസ് ആക്ട് 2024 ആയിരുന്നു. ബട്ട് ഈ സെഷൻ മുതൽ, അതായത് ജൂൺ 2026 മുതൽ ജൂൺ 2027 വരെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫൈനാൻസ് ആക്ട് 2025 ആയിരിക്കും. സോ 24 നിന്നും 25 എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്? ഇൻകം ടാക്സിൽ നമ്മുടെ ടാക്സ് റേറ്റ്സ്, ലിമിറ്റ്സ്, നോർമൽ റേറ്റ്, ഡിവിഡൻഡ് റേറ്റ് ആൻഡ് പേഴ്സണൽ അലവൻസ് ഈ എമൗണ്ട്സ് ഒക്കെ സെയിം ആയിരിക്കും. ബട്ട് നമ്മുടെ എംപ്ലോയ്മെന്റ് ഇൻകത്തില് കാർ ബെനിഫിറ്റില് നമ്മുടെ പെർസെന്റേജ് 2024 ഉണ്ടായിരുന്ന പെർസെന്റേജസ് എല്ലാം 1% വെച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്യൂൽ ബെനിഫിറ്റിന്റെ എമൗണ്ടും ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ കമ്പനി വാന്റെ കേസ് നോക്കുവാണെങ്കിൽ വാൻ ബെനിഫിറ്റും ഫ്യൂൽ ബെനിഫിറ്റിന്റെയും എമൗണ്ട് ഇൻക്രീസ് ആയി. പെൻഷന്റെ കേസ് നോക്കുവാണെങ്കിൽ പെൻഷന്റെ എമൗണ്ടിനൊന്നും ചേഞ്ചസ് ഇല്ല, ബട്ട് ഡേറ്റ്സിൽ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ ഫൈനാൻസ് 2024 ആയിരുന്ന ടൈമിൽ നമ്മൾ ഫിസിക്കൽ ഇയർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് 2024-25 ആയിരുന്നു. ഫൈനാൻസ് 2025 നമ്മുടെ ഫിസിക്കൽ ഇയർ എന്ന് പറയുന്നത് 2025-26 ആയിരിക്കും. സോ നമ്മൾ പ്രീവിയസ് 3 ഇയേഴ്സിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇയേഴ്സ് വരുന്നത് 2022-23, 23-24 ആൻഡ് 24-25 ആയിരിക്കും. സോ നമ്മുടെ 2 ഇയേഴ്സിൽ നമ്മുടെ ആനുവൽ അലവൻസ് എന്ന് പറയുന്നത് 60,000ഉം തേർഡ് ഇയറിൽ മാത്രം നമ്മുടെ ആനുവൽ അലവൻസ് 40,000 ആയിരിക്കും.